ഹിമാചൽ പ്രദേശിലെ ഷിംലയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് സഞ്ചൌലി. ഇവിടെയാണ് നിലവിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഹിന്ദുത്വ ഗ്രൂപ്പുകൾ അവകാശവാദം ഉയർത്തുന്ന സഞ്ചൌലി പള്ളി സ്ഥിതി ചെയ്യുന്നത്. തിരക്കേറിയ ഒരു മാർക്കറ്റ് കൂടിയായി ഇവിടെ പള്ളി സ്ഥാപിക്കാൻ 1940-ലാണ് ഭൂമി വഖഫ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ആ സമയത്ത് രാജ്യത്ത് വഖഫ് നിയമം നിലവിൽ വന്നിരുന്നില്ല. 14 വർഷങ്ങൾക്ക് ശേഷം 1954-ലാണ് ഇന്ത്യൻ പാർലമെന്റ് വഖഫ് നിയമം പാസാക്കുന്നത്. പിന്നാലെ പള്ളികൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ശ്മശാനങ്ങൾ, മദ്രസകൾ എന്നിവയുൾപ്പെടെ വഖഫ് ഭൂമികളെല്ലാം വഖഫ് ബോർഡിന് കൈമാറുകയും ചെയ്തു. 1954 സർക്കാർ രേഖകൾ പ്രകാരം സഞ്ചൌലി പള്ളി നിൽക്കുന്ന ഭൂമിയും വഖഫ് ആണെന്നായിരുന്നു രേഖപ്പെടുത്തപ്പെട്ടത്. ആദ്യം മുതൽക്കേ ചെറിയ എതിർപ്പുകളൊക്കെ നിലനിന്നിരുന്നെങ്കിലും 2024-ലാണ് വിഷയം വഷളാകുന്നത്. പതിവ് പോലെ തീവ്ര ഹിന്ദുത്വവാദികൾ തന്നെയായിരുന്നു അതിനും പിന്നിൽ. 2024 ഓഗസ്റ്റ് 31-ന് 2 സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് സഞ്ചൌലി പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും ഉയർന്നു വരുന്നത്. തുടർന്ന് സെപ്റ്റംബർ 11-ന് സഞ്ചൌലിയിൽ ഹിന്ദുത്വ സംഘങ്ങൾ അക്രമാസക്തമായ പ്രകടനങ്ങൾ നടത്തി. അന്ന് പ്രക്ഷുബ്ധമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി ചാർജ് നടത്തേണ്ടിയും ജലപീരങ്കികൾ പ്രയോഗിക്കേണ്ടിയും വന്നിരുന്നു. ഈ അവസരം ആളിക്കത്തിച്ച ഹിന്ദുത്വ സംഘങ്ങൾ പള്ളിയുടെ ഒരു ഭാഗം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കി. തുടർന്ന് 5 നിലയുള്ള സഞ്ചൌലി പള്ളിയുടെ മുകളിലെ 3 നിലകൾ പൊളിച്ചു മാറ്റാൻ ഷിംല മുനിസിപ്പൽ കമ്മീഷണർ കോടതിയും ഉത്തരവിട്ടു. പൊളിച്ചു മാറ്റാൻ പള്ളി കമ്മിറ്റിക്കും വഖഫ് ബോർഡിനും 2 മാസത്തെ സമയവും നൽകിയിരുന്നു. പക്ഷേ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ പ്രതിഷേധം ശക്തമാക്കുകയും വീണ്ടും കോടതിയെ സമീപിക്കുകയും ചെയ്തു. പിന്നാലെ ഇക്കഴിഞ്ഞ ഒക്ടോബർ 30-ന് പള്ളി അനധികൃതമാണെന്നും പൂർണ്ണമായി പൊളിക്കണമെന്നും ഷിംല ജില്ലാ കോടതി ഉത്തരവിട്ടു.